മലയാളികളെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സൗദി അറേബ്യയിൽ പ്രവാസി മലയാളി വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുകയാണ്. പാലക്കാട് സ്വദേശി അഷ്റഫാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി ദമാം യാംപൂ റൂട്ടിലാണ് സംഭവം നടന്നതായി ലഭിക്കുന്ന വിവരം. ഒത്തിരിയേറെ കാലമായി ഇവിടെ മിനി ലോറി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു അഷ്റഫ്. മിനി ലോറിയിൽ ദമാമിൽ നിന്ന് യാംപൂവിലേക്ക് ലോഡുമായി പോകുന്നതിനിടയിലാണ് അപകടം നടന്നതായി വ്യക്തമാക്കുന്നത്. വാഹനം ട്രെയിലറിന് പിന്നിലേക്ക് ഇടിച്ചു കയറിയതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനിടയായത്. മൃതദേഹം കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടുകൂടി സൗദിയിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ പ്രവാസികൾ അപകടത്തിൽപ്പെട്ട് മരിക്കാൻ ഇടയാകുന്ന സംഭവങ്ങൾ ഏറി വരികയാണ്. അതേസമയം ഷാർജയിൽ കാണാതായ പ്രവാസി മലയാളിയെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാളികളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. മരണകാരണം അപകടമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. എങ്കിലും തന്നെ തുടർന്നുള്ള മരണകാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. 3 ദിവസം മുമ്പാണ് കാണാതായ മലയാളി യുവാവിനെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. വാടാനാപ്പള്ളി അറക്ക വീട്ടിൽ പരേതനായ അബ്ദുൽ ഖാദറിന്റെ മകൻ ഷിറാസിന്റെ മൃതദേഹമാണ് ഷാർജയിൽ ഒരു ആശുപത്രിയിൽ മോർച്ചറിയിൽ കണ്ടെത്തിയിരുന്നത്. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ ഷാർജ നാഷണൽ പെയിന്റിന് സമീപം ഒരു സംഘം അശ്രദ്ധമായി ഓടിച്ചു വന്ന വാഹനമിടിച്ചായിരുന്നു ഷിറാസ് മരിച്ചതെന്നാണ് ലഭിച്ചിരുന്ന വിവരം. ടെലിഫോൺ കമ്പ്യൂട്ടർ നെറ്റ് കമ്പനിയിൽ കേബിൾ ഇൻസ്റ്റാൾ അസിസ്റ്റന്റ് ജോലി ചെയ്തു വരികയായിരുന്നു ഷിറാസ്. അതേസമയം ഷിറാസിനെ കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് മൃതദേഹം മോർച്ചറിയിലുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച സംഘമാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട്. പ്രവാസികൾ ഇത്തരത്തിൽ അപകടങ്ങളിൽ അകപ്പെടുന്ന വാർത്തകൾ മലയാളികളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.